ഹലോ, നമസ്കാരം. ഞാൻ അജോയാണ്. പിന്നെയും വന്നത് ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാ. വേറെ പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഒരു അളക്കാൻ പറ്റാത്തത്രയും വലിപ്പമുള്ളൊരു മനസ്സിൻ്റെ ഒരു ഉടമ, അല്ലെങ്കിൽ ഉടമകൾ എന്ന് പറയാം, ആളുടെ വൈഫും കൂടി ഉണ്ട്. അവർ ചെയ്തൊരു കാര്യം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടായിരിക്കും. എന്നാൽ അറിയാത്തവരറിയട്ടെ എന്നും കൂടി കരുതിയിട്ടാണ്. കൂടാണ്ട് അത് ആരെങ്കിലും അറിയുകയാണെങ്കിൽ അവർക്കതൊരു ഇൻസ്പിറേഷനും കൂടി ആവട്ടെ എന്ന് കരുതുന്നു, ചെയ്യാൻ പറ്റാവുന്നവരുണ്ടെങ്കിൽ. അതായത് ആൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളാരാന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷാണം ഷാജി എന്ന് പറയുന്ന മനുഷ്യനാണ്. വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. ആളുടെ വൈഫും കൂടി ചെയ്തിട്ടുള്ളൊരു കാര്യം, ആളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത്ര. അപ്പോൾ ആളെ സഹായിക്കാം എന്നുള്ളൊരു രീതിയിൽ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട് കണ്ടപ്പോൾ വീടില്ല, അതിൻ്റെ സ്ഥാനത്ത് ഈ ഫ്ലെക്സുകളൊക്കെ വെച്ച് മറച്ചിട്ടുള്ള ഒരു കൂര അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു കട്ടിൽ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ആൾ പോയത്. പക്ഷെ ഇത് കണ്ടോടുകൂടി 2 പെൺകുട്ടികളും കൂടി ഉണ്ട് ഈ പേഷ്യൻറ്റിന്, ക്യാൻസർ പേഷ്യൻറ്റിന്. അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് കൂടെ കഷ്ടമാണ്. വെളിക്ക് പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ, അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് കട്ടിലല്ല, അതിനേക്കാൾ ആവശ്യം അവർക്കൊരു വീടാന്നുള്ള കാര്യം ആൾ മനസ്സിലാക്കി. ആളുടെ കൂടെ ഒപ്പം തന്നെയുള്ള ആളുടെ ഭാര്യ ആളുടെ ഒപ്പം കട്ടയ്ക്ക് നിന്നു. അങ്ങനെ അവരൊരു വീട് പണിത് കൊടുക്കാം എന്ന് തീരുമാനത്തിലെത്തി. വീട് പണിത് കൊടുക്കാം എന്നുള്ളതൊരു വലിയ കാര്യം, നല്ല കാര്യം. അപ്പം അങ്ങനെ അവരത് വീട് പണിത് ആ ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പക്ഷെ അതിലത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ആ വീട് പണിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആളുടെ വൈഫും കൂടെ താമസിച്ചിരുന്നത് ആളുടെ സ്വന്തം വീട്ടിലായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ആൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. പല കൊല്ലങ്ങളായിട്ട് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. എന്നിട്ടും ആളുടെ വീട് വിറ്റ് ഈ ക്യാൻസർ പേഷ്യൻറ്റിന് വീട് പണിത് കൊടുത്തു. അപ്പോൾ ആളുടെ ഒരു മനസ്സിൻ്റെ വലിപ്പം നമ്മൾ വിചാരിക്കുന്ന അത്രയും അല്ല, അളക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അതുപോലെ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലത്തെ വലിയൊരു മനസ്സുണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. ഒപ്പം ഉള്ളവരും നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുമ്പോഴേ അതങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ. എന്നിട്ട് അവർ വീണ്ടും വാടക വീട്ടിലേക്ക് തന്നെയാണ് പോയതെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടു, സ്ക്രീൻഷോട്ട് ഞാൻ ഇതിലിടാം. പക്ഷേ അത് അറിഞ്ഞപ്പോൾ എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, എത്രയോ വയ്യാത്തവരുണ്ട്. സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അവരും ഒന്ന് രക്ഷപ്പെട്ടൊക്കെ പോവും. മനസ്സ് വേണം. നമ്മൾ വന്നത് വെറും കൈയോടെ തിരിച്ചു പോകേണ്ടത് അങ്ങനെ തന്നെ. അതിൻ്റെ ഇടയിലുള്ള ഈ കുറച്ച് സമയമാണ് നമുക്കിങ്ങനെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും അല്ലേ? അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനീ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ബാക്കിയുള്ളവരുടെ കയ്യിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, നല്ലതാണെന്നുണ്ടെങ്കിൽ തോന്നണമെങ്കിൽ. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടതുകൊണ്ട് അതറിയിക്കാൻ വേണ്ടി വന്നു മാത്രം. ഞാനത് പറയണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ വീണ്ടും പിന്നെ കാണാം.